ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പ്രത്യേക ഐറ്റമാണ്. ഇതിന് പറയുന്നത് ബേബി ബാക്ക് റിബ്സ് എന്ന് പറയും. അതായത് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാരിയല്, പോർക്കിന്റെ വാരിയലാണ്. ഇത് വാരിയല് തന്നെ വേറെ സൈസിലുണ്ട്. അതായത് സ്ക്വയർ റിബ്സ് എന്നും പറഞ്ഞുണ്ട്. ഇത് ബേബി ബാക്ക് റിബ്സ് ആണ്. പുള്ളി നല്ല മീറ്റാണ്. ഇതിന്റെ രണ്ട് സൈഡും ട്രിം ചെയ്ത് കഴിഞ്ഞ് എടുത്തിരിക്കുന്ന റിബ്സ് ആണ്. അതേസമയം സ്ക്വയർ റിബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മീറ്റ് വളരെ കുറവേ ഉള്ളൂ. കൂടുതൽ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ബോണും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമാണത്. ഇത് തമ്മിൽ വിലയിലും ഒരുപാട് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ രുചിയിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇനി ഞാൻ തയ്യാറാക്കുന്നത്? അതായത് ഞാൻ തയ്യാറാക്കുന്നത് ഇൻസ്റ്റന്റ് പോട്ട് എന്നും പറഞ്ഞ് നമ്മുടെ പ്രഷർ കുക്കർ പോലെ തന്നെയുള്ള ഒരു സാധനമാണ്. ഇൻസ്റ്റന്റ് പോട്ടിനകത്ത് പ്രഷർ കുക്ക് ചെയ്ത് എടുത്ത് ബേക്ക് ചെയ്ത് എടുക്കുന്ന ഒരു രീതിയാണ്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബേബി ബാക്ക് റിബ്സ് എന്ന് പറയുന്ന സാധനം. ഇത് 3 റിബ്സ് വാരിയലാണ്. അത് ഒറ്റ പാക്കറ്റായിട്ടാണ് ഹോൾസെയിൽ കടയിൽ വരുന്നത്. അതിപ്പം 3 പീസ് ഒന്നിച്ച് വാങ്ങിച്ചതാണ്. ഇത് സിംഗിളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് പുറത്തോട്ട് എടുക്കുകയാണ്. ഇതാണ് സംഭവം. ഇത് നമ്മൾ സ്ക്വയർ റിബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കത്തില്ല. ഇത് കണ്ടില്ലേ, ഇതിന്റെ ബാക്ക് സൈഡായിട്ട്, അതായത് വാരിയലിന്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗം, അതിന്റെ രണ്ട് സൈഡും വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ മീറ്റാണ് കംപ്ലീറ്റ്. അപ്പൊ ഈ രീതിയിൽ എടുത്തിരിക്കുന്ന റിബ്സ് ആണ്. ഇത് 3 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഞാൻ ഒരെണ്ണമേ എടുത്ത് കുക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി പാക്ക് ചെയ്ത് ഫ്രീസറിനകത്ത് വെക്കും. ആവശ്യമുള്ളപ്പോൾ ഓരോന്ന് എടുക്കും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിനെയും വാഷ് ചെയ്ത് ഇതിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഒരു റിബ്സ് ആണ് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യമേ ഇതിന് അധികം ഫാറ്റ് വളരെ കുറവാണ്. പക്ഷേങ്കിൽ ഉള്ളത് ആവശ്യമില്ലാത്ത നമ്മളതൊന്ന് ട്രിം ചെയ്ത് മാറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത ഫാറ്റുകൾ കഴിയുന്നത്രയും അങ്ങ് ട്രിം ചെയ്ത് കളയുക. അല്ലെങ്കിൽ തന്നെ നമ്മളിത് ഓവനകത്തും അതുപോലെ തന്നെ പ്രഷർ കുക്കറിങ് ചെയ്യുന്ന ഉടനെ ആ ഫാറ്റുകൾ മെൽറ്റ് ചെയ്ത് അങ്ങ് പൊക്കോളും. ഓക്കെ, ഇതിപ്പോഴ് അത്യാവശ്യം ഫാറ്റൊക്കെ ട്രിം ചെയ്യുക, അത്യാവശ്യമുള്ളതൊക്കെ ട്രിം ചെയ്ത് നമ്മൾ കഴുകിയെടുത്ത് വെച്ചേക്കുന്ന റിബ്സ് ആണ്. ഇതിന് കഴിയുന്നത്രയും നമ്മളൊരു പേപ്പർ ടവലോ വല്ലോ ഉപയോഗിച്ച് ഇതിൻ്റെ മോയ്സ്ചർ കഴിയുന്നത്രയും നമ്മൾ ഒഴിവാക്കുക. റിബ്സ് നമ്മൾ ശരിയാക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസൈഡിൽ ഒരു മെമ്മറി, ഒരു പാട പോലത്തെ ഒരു സാധനമുണ്ട്. അത് നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പാള പോലെ ഊരി പോലും. അത് ചെയ്യണം, അത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇനി സീസണിങ് പരിപാടിയാണ്. സീസണിങ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സീസണിങ് ചെയ്യാം. അതായത് ബേസിക്കായിട്ട് ഇതൊക്കെ സീസൺ ചെയ്യുന്ന ഉടനെ ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇച്ചിരി ഗാർലിക് പൊടിയോ അങ്ങനെയുള്ള പൗഡർ മാത്രം ചേർത്ത് നമുക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേക്കിനൊക്കെയുള്ള മിക്സ്, സീസണിങ് മിക്സ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾറെഡി സോൾട്ട് ഉണ്ട്. അപ്പോൾ അഡീഷണൽ സോൾട്ട് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഓൾറെഡി റെഡി മിക്സ് സീസണിങ് ആണ്.
അപ്പോൾ നമ്മുടെ സീസണിങ് പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസ്റ്റന്റ് പോട്ടിൽ വെച്ചിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഇതാണ് ഇൻസ്റ്റന്റ് പോട്ട്. ഇത് നമ്മുടെ പ്രഷർ കുക്കർ തന്നെയാണ്. പക്ഷെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പ്രോഗ്രാമബിൾ കുക്കിങ്ങുകളുണ്ട്. അതായത് ചില ഐറ്റങ്ങൾ അത് പ്രോഗ്രാം, അതിൻ്റെ ടൈം ഫിക്സഡാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കുക്ക് ചെയ്ത് എടുക്കാം. അതാണ് സംഭവം. അപ്പോൾ ഇതിനുള്ളൊരു ഇത് മീറ്റൊക്കെ നമുക്ക് വെക്കാനായിട്ടുള്ളൊരു റായ്ക്കാണിത്. അത് വെക്കുക. എന്നിട്ട് ഒരു കുറച്ച് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഇതിൽ സ്റ്റീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വേണ്ട. എന്നിട്ട് നമ്മുടെ ഈ റിബ്സ്, അതായത് ഇതിൻ്റെ കൂടുതൽ മീറ്റായിട്ടുള്ള സൈഡ് ഓട്ടത്തിൽ വരത്തക്ക പോലെ നമ്മളിതിനെ റൗണ്ടായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കുക. ഈ നമ്മൾ വെച്ച ആ റായ്ക്കയിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ ലിഡ് വെച്ച് അടയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് ആദ്യം പ്രഷർ കുക്കർ എന്നും പറഞ്ഞ് ഇവിടെ ബട്ടണുണ്ട്, അതേ പ്രസ് ചെയ്യുക. ഇതിപ്പോൾ ഓൾറെഡി 12 മിനിറ്റ്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ റിപ്സ് ചെയ്ത് 12 മിനിറ്റാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ തന്നെ പോയിട്ട് പ്രഷർ വാഷ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. 12 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കാനാണെന്നുണ്ടെങ്കിൽ 10 hours ഓട്ടോമാറ്റിക്കായിട്ട് അത് വാമായിട്ട് അവിടെ ഇരുന്നോളും. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതല്ല, ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിബ്സ് കുക്കായി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടൈം തീർന്നു കഴിയുമ്പോൾ അത് ഓഫാകും. അപ്പോൾ ഓഫായിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വേറൊരു പരിപാടി കൂടെ, ഇത് ബ്രോയിൽ ചെയ്ത് നല്ല ഗ്ലേസിങ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. ആ സോസിന് മെയിനായിട്ട് ഇത് ബാർബിക്യൂ, പ്രഷർ കുക്കർ ബാർബിക്യൂ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിക്യൂ സോസാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ ബാർബിക്യൂ സോസ് ഈ കപ്പിലോട്ട് ഒഴിക്കുകയാണ്. ഏതാണ്ട് 1/2 കപ്പിൽ കുറയാതുള്ള ബാർബിക്യൂ സോസ്. ഇതിനൊന്നും പ്രത്യേക അളവുകളൊന്നുമില്ല. 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതങ്ങ് പഠിച്ചോളും. അതുപോലെ തന്നെ ശകലം വർച്ചസ്റ്റർ സോസ് എന്ന് പറയും, അതിലൊരു ശകലം ഒഴിക്കുകയാണ്. എന്നിട്ട് 1 ടീസ്പൂണ് ബ്രൗൺ ഷുഗർ, നമ്മൾ നേരത്തെ സീസൺ ചെയ്ത ആ സീസണിങ് തന്നെ ശകലം ഇതിലൂടെ ആഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബ്ലാക്ക് പേപ്പറും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ സീസണിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ശകലം ഹണിയൂടെ, അതായത് ഹണി ഗ്ലേസ്ഡ് ആണ് നമ്മുടെ ഇന്നത്തെ ബാർബിക്യൂ. നല്ല സ്വീറ്റ് ബാർബിക്യൂ ആണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി, അങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ റിബ്സ് ഇതിൽ നിന്ന് എടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ റിബ്സ് ഓവനിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു ബേക്കിംഗ് ഷീറ്റ് എടുത്ത്, വേണമെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ക്ലീനിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇതുപോലത്തെ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇത്ര നേരം ആയതുകൊണ്ട് ഇതിൻ്റെ ചൂട് പോയി, അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. വളരെ കെയർഫുള്ളായിട്ട് എടുത്തില്ലെങ്കിൽ ബോണിൽ നിന്ന് വിട്ടുപോകും. അതുപോലെ ഇതങ്ങ് വെന്തു. ഓക്കെ, ഇനി നമുക്ക് ആദ്യമേ ഈ സൈഡിൽ നമുക്ക് തുടങ്ങാം. സൂക്ഷിച്ചെടുത്ത് ഇത് കണ്ടില്ലേ, ബോണിൽ നിന്ന് മൊത്തം വിട്ട് നിൽക്കുകയാണ്. അതുപോലെ സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ സോസ് അങ്ങോട്ട് 2 സൈഡിലും അപ്ലൈ ചെയ്യുക.
അപ്പോൾ വൺ സൈഡ് നമ്മൾ സോസ് അപ്ലൈ ചെയ്തു. ഇനി ഇതിൻ്റെ അതർ സൈഡിലൂടെ ചെയ്യണം. നല്ലതുപോലൊക്കെ ഈ സോസ്, അതായത് നമ്മൾ ഹണിയുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ ഉണ്ട്. ഇത് നല്ല ബ്രോയിൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല കാരമലൈസ് ആയിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടി നമുക്കിത് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഓവനകത്തോട്ട് വെക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ്സ് മാക്സിമം ബ്രോയിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റ് പോട്ട് പ്രഷർ കുക്കർ ബാർബിക്യൂ റിബ്സ് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ബ്രോയിൽ ചെയ്യുമ്പോൾ പ്രത്യേകം അത് കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ നല്ല ഗ്ലേസി ആയിട്ട് വരികയും ചെയ്യണം. ആ സമയമാകുമ്പോൾ അത് എടുക്കണം. മാക്സിമം 5 മിനിറ്റ്സ് മതി. അത് രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം ടേൺ ചെയ്ത് വെച്ച് അത് എടുക്കണം കരിയാതെ. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഒന്ന് തണുത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ബാർബിക്യൂ കട്ടിങ്ങിന് സമയമായി. ബോണേന്ന് ഈസി ആയിട്ട് വിട്ടുപോരും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് നോക്കാം. കണ്ടോ, ട്രൈ ആയിട്ടില്ല, ജ്യൂസി, നല്ല അകം കുക്കായി. ഇത് കണ്ടില്ലേ, ഇപ്പോഴും നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ബാർബിക്യൂ ഉണ്ടോ. ഇതാണ് 2 പീസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് മൊത്തം തീർക്കാതെ ഇവിടുന്ന് പോകുകയില്ല. അപ്പോഴ് ഇന്നത്തെ കണ്ടില്ലേ, ജ്യൂസി കംപ്ലീറ്റ് മീറ്റ് ആണ്. എന്നാൽ നമ്മൾ സ്പെയർ റിബ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പറ്റത്തില്ല. ഇതിൻ്റെ പേരാണ് ബേബി ബാക്ക് റിബ്സ് എന്ന് പറയും. അപ്പോൾ ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ആർക്കും കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ പേരാണ് ബേബി ബാക്ക് റിബ്സ് എന്ന് പറയും. ഓവൻ ബേക്ക്ഡ് ആണ്. അതുപോലെ തന്നെ പ്രഷർ കുക്കറിൻ്റെ അകത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓവനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ജ്യൂസി ആയിട്ട് കിട്ടത്തില്ല, നല്ല ട്രൈ ആകും. ഇതാകുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ. താങ്ക് യു വെരി മച്ച്.